യന്ത്ര വിവർത്തനം. കമ്പ്യൂട്ടർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വിവർത്തനം ചെയ്യുന്നതാണ് യന്ത്ര വിവർത്തനം അഥവാ കമ്പ്യൂട്ടർ വിവർത്തനം. 1933 സമിർനോവ് ട്രോജൻസ്കിയാണ് ഇത്തരമൊരു രീതിക്ക് തുടക്കമിട്ടത്. സൈനിക കോഡുകൾ അപഗ്രഥിക്കുന്നതിനായി ഈ രീതി ഉപയോഗിക്കാമെന്ന് കണ്ടെത്തി. 1954 ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിൽ ഇത്തരം സംവിധാനം വിജയപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞു. 1970 ആയപ്പോഴേക്കും യൂറോപ്പിലും റഷ്യയിലും യന്ത്ര വിവർത്തനം സജീവമായി. കമ്പ്യൂട്ടർ വിവർത്തനത്തിനായി പല പ്രോഗ്രാമുകളും ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. കൊബോൾ, പാസ്കൽ തുടങ്ങിയ പ്രോഗ്രാം ഭാഷകൾ, ദ്വിഭാഷാ നിഘണ്ടുക്കൾ, വ്യാകരണ നിയമങ്ങൾ, വാക്യഘടനാ രീതികൾ, ശൈലികൾ തുടങ്ങിയവ ഉൾപ്പെട്ട പ്രോഗ്രാമുകളുണ്ട്. കൃത്യമായ അർത്ഥമുള്ള പദങ്ങളോടുകൂടിയ വാക്യങ്ങൾ മാത്രമേ വിവർത്തനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വിവർത്തനത്തിൻ്റെ പരിമിതികൾ. വിവർത്തനത്തിനാവശ്യമായ സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നതിന് നിരവധി വിവർത്തന ഉപകരണങ്ങൾ ആവശ്യമാണ്. ദ്വിഭാഷാ നിഘണ്ടു, വ്യാകരണ നിയമങ്ങൾ, വാക്യഘടനാ രീതികൾ എന്നിവ. കൃത്യമായ അർത്ഥമുള്ള പദങ്ങളെ വിവർത്തനം ചെയ്യാൻ കഴിയുകയുള്ളൂ. കവിത പോലെ ധ്വനിപ്രധാനമായ രചനകൾ വിവർത്തനം ചെയ്യാൻ സാധിക്കുകയില്ല. യന്ത്ര വിവർത്തനത്തിന് ശേഷം പോസ്റ്റ് എഡിറ്റിംഗ് നടത്തേണ്ടി വരും. ലളിത വാക്യങ്ങളും പ്രാദേശിക പദങ്ങളും യന്ത്ര തർജ്ജമക്ക് വഴങ്ങുന്നവയല്ല. പര്യായ പദങ്ങൾ സ്വീകരിക്കുമ്പോഴും സങ്കീർണതകൾ ഉണ്ടാകുന്നുണ്ട്. ിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന സ്ഥാപനം ഇംഗ്ലീഷ് ഹിന്ദി തർജ്ജമകൾക്കാവശ്യമായ സോഫ്റ്റ്വെയറുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഭാരതീയ ഭാഷകളുടെ വിവർത്തന പ്രോഗ്രാമുകൾ സംവിധാനം ചെയ്തുള്ള ശ്രമങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്.